ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോകാൻ വേണ്ടി ബസ് കാത്ത് നിൽക്കണേണ് ഞാൻ. അപ്പോൾ ബസ് വന്ന് ബസ്സിൽ കയറി അങ്ങനെ യാത്ര തുടർന്ന് ബസ് നല്ല സ്പീഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ തോപ്പുംപടി പാലത്തിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും നല്ലൊരു കാഴ്ച കണ്ട്. അപ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കണേണ്. അങ്ങനെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ എത്തിയിട്ടാ. അപ്പോൾ അത് ആ റോട്ടിൽ കൂടി നടക്കണേണ്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഡ്രസ്സുകളും ബാഗും ഒക്കെ തൂക്കിയിട്ടേക്കണ കണ്ട്. ഇവിടെ ഒരുപാട് വിദേശികളൊക്കെ വരണമുണ്ട്. ഇഷ്ടംപോലെ ഡ്രസ്സുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വില കുറവുണ്ടെന്ന് തോന്നുന്നു. നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുടയൊക്കെ ചൂടിയാണ് പോകുന്നത്. പിന്നെ നല്ല ഞായറാഴ്ച ആയതുകൊണ്ട് നല്ലോണം ആളും ഉണ്ടായിട്ടാ. അങ്ങനെ ബീച്ചിലെത്തി. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് വഞ്ചികളൊക്കെ സൈഡിൽ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടായി. അപ്പോൾ അവിടെ ചെന്നേന്ന് കുറച്ച് വീഡിയോ പിടിച്ച് ഈ മരം കണ്ടപ്പോൾ അത് വല്ലാതെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ബീച്ചിൽ വന്നപ്പോഴത്തേനും ഇവിടെ ആകെ അഴുക്ക് പിടിച്ച് കിടക്കണ്. അത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ എനിക്ക് ഇറങ്ങാൻ തോന്നിയില്ല. നിറച്ച അഴുക്കെന്ന് പറഞ്ഞാൽ അതിനകത്ത് അങ്ങോട്ട് ഇറങ്ങാനേ തോന്നൂല, അതുപോലെ ഇരിക്കണം. എനിക്കത് കാരണം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാനത് കാരണം വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. ആ കരയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാഴ്ചയൊക്കെ കണ്ട് വീഡിയോയും പിടിച്ച് അങ്ങനെ നടന്നേച്ചി. എനിക്ക് അത് കണ്ടിട്ട് വല്ലാതെ അറപ്പ് തോന്നിയിട്ടാ. ആരും അവിടെ ക്ലീൻ ചെയ്യാനൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നണത്. ഞാൻ വേറെ ബീച്ചിലൊക്കെ പോകാറുണ്ട് കേട്ടോ ഇതുപോലെ കാഴ്ച കാണാൻ. പക്ഷെ അവിടെയൊക്കെ എന്തൊരു പുത്തൻതോട് ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു നീറ്റാണെന്നറിയോ. ആ ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കാനൊക്കെ തോന്നും കേട്ടോ. ഇത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ഈ പാറയുടെ അവിടെ വന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറേ ആൾക്കാർ മുകളിലോട്ട് നോക്കി നിൽക്കണുണ്ട്. അപ്പോൾ എന്താണ് സംഗതി എന്നറിയാൻ വേണ്ടി ഞാനും ഒന്ന് ചെന്ന് നോക്കിയപ്പോഴത്തേനും ഒരു കാക്ക ആ മരത്തിൻ്റെ കുടുക്കിൽ പെട്ടുപോയി. അപ്പോൾ അതിന് ഇങ്ങോട്ട് താഴത്തേക്ക് പറന്നു പോരാൻ പറ്റണില്ല. അപ്പോൾ ഒരു പയ്യൻ വേഗം കയറി അതിനെ കുത്തി താഴത്തേക്ക് ഇട്ട്. എന്നിട്ട് ആ പയ്യൻ ഇതേ മരത്തിൽ നിന്ന് പതുക്കെ താഴത്തേക്ക് ഇറങ്ങി വന്നേന്. എന്നിട്ട് ആ പയ്യൻ രക്ഷിച്ച ആ കാക്കേനെ ആ പയ്യനൊന്ന് തൊട്ട് നോക്കി. അപ്പോൾ ഒന്ന് പതുക്കെ പറന്നുപോയി. ഇത് ഇവിടെ വന്നിരുന്ന്. പക്ഷേ ആ കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാക്കേനെ രക്ഷിച്ചതെല്ലാം കണ്ടിട്ട് പിന്നെ ഞാൻ തിരിച്ച് ആ പാറയിലോട്ട് വന്ന്. സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ താഴത്തേക്ക് വീഴും. അതുകൊണ്ട് പതുക്കെ അങ്ങോട്ട് കയറി. ഇവിടെ നമുക്ക് പാറയിൽ നിന്നേ കാണാൻ പറ്റുള്ളൂ. കാരണം അവിടെ നിന്ന് വന്ന തിര മുഴുവനും ആ പാറയിലോട്ട് അടിച്ചിട്ട് ഇപ്പുറത്തേക്ക് വന്നുണ്ട്. അവിടെ ആരും താഴത്തോട്ട് ഇറക്കണില്ല കേട്ടോ. അതുപോലെ അവിടെ അപ്പുറത്തെ സൈഡും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ബീച്ചിലെ കാഴ്ചയൊക്കെ കണ്ട് തിരയൊക്കെ കണ്ടു വന്നപ്പോഴത്തേക്കും ഇങ്ങനെ വിൽക്കുന്ന സാധനങ്ങൾ കണ്ട്. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് നെഹ്റു പാർക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കുട്ടികളുടെ പാർക്ക് നിൽക്കുന്നത്. എന്നാൽ പാർക്കിലൊന്നും കൂടി ഒന്ന് കയറിയിട്ട് പോരാന്ന് വിചാരിച്ച് പാർക്കിലോട്ട് വേഗം കയറി. അപ്പോൾ പാർക്കിലോട്ട് കയറിയപ്പോൾ നല്ല നീറ്റായിട്ട് അവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വേസ്റ്റൊന്നും ഇടരുതെന്നൊക്കെ എഴുതി കുറേ നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ കളിക്കാനുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഇതിങ്ങനെയൊക്കെ കളിക്കാനുള്ള ഇത് വെച്ചിട്ടുള്ളൂ. അവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ. ഞാൻ നോക്കിയിട്ട് ബീച്ചിനേക്കാളും നല്ലത് ഈ പാർക്ക് തന്നെയാണ്. കാരണം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ